ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മയോർക്കയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയുടെ 63-ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം റയലിന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ അവസാനത്തിലാണ് 2 ഗോളുകളും പിറന്നത്. 93-ാമത്തെ മിനിറ്റിൽ മയോർക്കയുടെ താരമായ മാർട്ടിൻ ഒരു സെൽഫ് ഗോൾ വഴങ്ങി. അതിനുശേഷം 95-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോ കൂടി ഗോൾ സ്വന്തമാക്കുകയായിരുന്നു. ലുക്കാസ് വാസ്കസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു റോഡ്രിഗോ ഗോൾ സ്വന്തമാക്കിയത്. ഇതോടുകൂടിയാണ് എതിരില്ലാത്ത 3 ഗോളുകളുടെ വിജയം ഇപ്പോൾ റയൽ മാഡ്രിഡ് നേടിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഒരുപാട് വിവാദ സംഭവങ്ങളും അതുപോലെ തന്നെ കയ്യാങ്കളിയും ഒക്കെ നടന്നിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, എൽ ക്ലാസിക്കോ ഫൈനലാണ് ഫുട്ബോൾ ലോകത്തെ കാത്തിരിക്കുന്നത്. നേരത്തെ അത്ലറ്റിക്കോ ബിൽബാവയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് FC ബാഴ്സലോണ ഈ ഒരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. റയൽ മാഡ്രിഡും ബാഴ്സയും തമ്മിലുള്ള ഈ കലാശ പോരാട്ടം ജനുവരി 13-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ മത്സരം അരങ്ങേറുന്നത്. ഏതായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു ഫൈനലാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ അൽ നസറിന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. 1-നെതിരെ 3 ഗോളുകൾക്ക് അൽ അഖ്ദൂദിനെ അവർ പരാജയപ്പെടുത്തുകയും ചെയ്തു. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി ഗോൾ നേടിയിട്ടുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അൽ നസർ കളിക്കളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മത്സരത്തിൽ സാഡിയോ മാനെ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെയാണ് 1-നെതിരെ 3 ഗോളുകളുടെ വിജയം അൽ അഖ്ദൂദിനെതിരെ ഇപ്പോൾ അൽ നസർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടെ റൊണാൾഡോക്ക് 2025 എന്ന വർഷത്തിലും ഗോൾ വല ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തുടർച്ചയായി 24-ാമത്തെ വർഷത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ സ്വന്തമാക്കുന്നത്. ഇത് തീർച്ചയായും ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു നേട്ടം തന്നെയാണ്. ഈ വർഷവും അദ്ദേഹം കൂടുതൽ ഗോളുകൾ നേടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.